ഈ ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിൻ്റെ ഒരു മുഖമാണ് ഷമാ മുഹമ്മദ്. അവർ ക്ഷമയില്ലാത്തൊരു മുഹമ്മദ്. അതെ, ACC അംഗമാണ്. പക്ഷേ അവർക്ക് കേരളത്തിൽ വലിയ ഗ്രിപ്പൊന്നുമില്ല. എങ്കിലും ചാനൽ ചർച്ചകളിലൊക്കെ വിളിക്കും. നേരത്തെ നാഷണൽ മീഡിയയിലൊക്കെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. കേരളത്തിൽ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കും. ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ചില പരാമർശങ്ങൾ വളരെ കൗതുകമുണർത്തുന്നതാണ്. ശ്രദ്ധിച്ചിരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ പ്രഷറെ കാണിക്കാം. ഏഷ്യാനെറ്റിലാണ്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഒരേ കാര്യം പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രത്തിൽ ഞാൻ കണ്ടെത്തോളം എൻ്റെ അനുഭവത്തിൽ നിന്ന് എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ ആൻഡ് എവറി ഡോഗ് കംസ് ബാക്ക്. എല്ലാ പട്ടിക്കും അവരവരെ ദിവസമുണ്ട്, പട്ടികൾ തിരിച്ചു വരികയും ചെയ്യും. സോ അത് എല്ലാ പട്ടിക്കും അവരവരെ ദിവസമുണ്ട്, പട്ടികൾ തിരിച്ചു വരികയും ചെയ്യും. ഏഷ്യാനെറ്റിൽ വിനുവായിട്ടുള്ള ചർച്ച അപ്പുറത്ത് ശ്രീജിത്ത് പണിക്കരൊക്കെയാണെന്നോ കൂടെ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ബെസ്റ്റ് ടീമാണ്. ഇപ്പോൾ ശ്രീജിത്ത് പണിക്കരൊക്കെ ഇരിക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരു മഹതിയാണത്. അവർ പറഞ്ഞത് എല്ലാ പട്ടിക്കും ഒരു ദിവസം കിട്ടും, എല്ലാ പട്ടിയും തിരിച്ചു വരും, രാഹുൽ ഗാന്ധിയും തിരിച്ചു വരുന്നു. എന്തൊരു കമ്പാരിസൺ! അതെ, മഹാരാഷ്ട്ര തോറ്റു, ഹരിയാന തോറ്റു, പക്ഷേ എല്ലാ പട്ടിക്കും ഒരു ദിവസമുണ്ട്, എല്ലാ പട്ടിയും തിരിച്ചു വരും. അപ്പോൾ രാഹുൽ ഗാന്ധിയെ ഈ പ്രതിപക്ഷത്തുള്ള ആളുകൾ പോലും നായെന്ന് വിളിച്ചിട്ടില്ല. ഇല്ല. അപ്പോൾ ആലങ്കാരികമായി പറഞ്ഞ ഇപ്പോൾ എവരി ഡോഗ് ഹാസ് എ ഡേ എന്ന് പറയാറുണ്ട്. അതെ, അത് പട്ടി എന്നുള്ള അർത്ഥത്തിലല്ല. അതിനെ അവർ മലയാളീകരിച്ച് എല്ലാ പട്ടികൾക്കും ഒരു ദിവസമുണ്ട് എന്ന് പറയുമ്പോൾ ഈ ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന സ്ത്രീയുടെ മലയാള പരിജ്ഞാനത്തിൻ്റെ ഒരു അവസ്ഥയാണിത് കാണിക്കുന്നത്. അല്ല, ചിലപ്പോൾ അങ്ങനെയാണ് അവർ പ്രതിപക്ഷ നേതാവായ വ്യക്തിയെ കാണുന്നതെങ്കിലോ? അങ്ങനെ ആവുമോ? അവർ രാഹുൽ ഗാന്ധിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണെന്നാണ് പറയുന്നത്. രാഹുലിൻ്റെ വളരെ അടുത്ത. അവർക്ക് എവിടെ സീറ്റൊന്നും കിട്ടുന്നില്ലെന്നേ. അവർ കുറേ നാളായിട്ട് കേരളത്തിൽ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുക, ഒന്ന് മത്സരിക്കണ്ടേ? അവർ മുമ്പൊരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു ഇറ്റാലിയൻ പാസ്പോർട്ട് കിടപ്പുണ്ട്, വേണമെങ്കിൽ എനിക്കിപ്പോൾ പോവാം, ഞാൻ ഇന്ത്യക്കാരി ആയതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ ഉണ്ട്, ഏഷ്യാനെറ്റിൽ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പറയുന്നത് എൻ്റെ കാൽച്ചുവട്ടിൽ, കാലിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ കാൽച്ചുവട്ടിൽ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇറ്റാലിയൻ പാസ്പോർട്ടുണ്ട്, വേണേൽ എനിക്കും പോവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ്. ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ട് കാര്യങ്ങൾ TV കാണുന്നത്. ഒന്ന് കോമഡി ഷോയും ഷമാ മുഹമ്മദ് പങ്കെടുക്കുന്ന ചാനൽ ചർച്ച. രണ്ടും ഒരുപോലെയാണ്. ഒന്ന് ഇവർ ഒരുപക്ഷെ സാധു സ്ത്രീ ആയിരിക്കാം, ഒന്നും വിവരമില്ല, രണ്ട് പക്വതയില്ല, മൂന്ന് പ്രതിപക്ഷ ബഹുമാനം ഒന്നും പറയുന്നില്ല. അവരിപ്പോൾ നമ്മളിപ്പം ഇന്നത്തെ ഒരു സംഭവം പറയുകയാണെങ്കിൽ ഉടനെ പറയും ഗുജറാത്തിൽ നരേന്ദ്രമോദി 2000 പേരെ കൊന്നില്ലേ, അത് പറ, അത് എനിക്കിപ്പോൾ അറിയണം. ഇതാണ്. അതായത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയവുമായി പുലബന്ധമില്ലാത്ത തരത്തിലേക്ക് വായി തോന്നി വിളിച്ചു പറയും. പിന്നെ പ്രതിപക്ഷ ശ്രീജിത്ത് പണിക്കരൊക്കെ നീ എന്നൊക്കെ വിളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു പ്രതിപക്ഷ ബഹുമാനമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ത്രീയാണ്. ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു കണ്ടാങ്ക്രസ് എന്നൊക്കെ പറയുന്നില്ലേ, ആ ലെവലിലാണ് ഇവരുടെ ചർച്ച. അപ്പോൾ എന്തിനാണ് ഇവരെ ഇങ്ങനെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ആങ്കറായിട്ടിരിക്കുന്ന വിനുവൊക്കെ ഇങ്ങനെ ഊറിച്ചിരിക്കുന്നതും ചിരി കടിച്ചമർത്തി വിഴുങ്ങുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഷമാ മുഹമ്മദിനെ പോലെയുള്ള ആളുകളെ കോൺഗ്രസ് ഇങ്ങനെ വീണ്ടും ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കാൻ കോൺഗ്രസ്സുകാർ വിളിക്കുന്നതാണോ, അതോ ഇനി ചാനൽ ചർച്ച ഒരു എൻ്റർടൈൻമെൻറ്റ് കോമഡി സ്വഭാവം വരട്ടെ? ചാനൽ ചർച്ച വലിയ ഗൗരവമുള്ള സാധനമാണല്ലോ, ഒരു കോമഡി വെർഷൻ കൂടെ വരട്ടെ എന്ന് കരുതിയിട്ട് വിനുവൊക്കെ ചെയ്യുന്നൊരു പണിയാണോ എന്നറിയത്തില്ല. ഏതായാലും കോൺഗ്രസ് ആണ് ചെയ്യുന്നതെങ്കിൽ അവരൊരു സ്വയം ഹത്യയാണ് ഈ സ്ത്രീയെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുപ്പിക്കുന്നത് പറയാതെ തരമില്ല. കാരണം നമുക്ക് അസഹ്യമാണ്. നമ്മൾ കോമഡി എന്നൊക്കെ പറയാവുന്നത് കാരണം അവരെ അപഹസിക്കാൻ അവജ്ഞയോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഈ മലയാളം അറിയില്ല അവർക്ക്. സംഘടനം പരിശോധിക്കും എന്നൊക്കെ പറയുന്നത്. സംഘടനാ തലത്തിലുള്ള പരിശോധന എന്നൊക്കെ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും തോറ്റു, ഞങ്ങൾ സംഘടനാ തലത്തിൽ പരിശോധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാത്രമല്ല, അവർ ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് കിട്ടുമെന്നൊക്കെ ആഗ്രഹിച്ചു തോന്നുന്നു. അതായത് കേരളത്തിലെ ഒരു നേതാക്കൾക്കും കോൺഗ്രസ്സിലെ ഒരു നേതാക്കൾക്കും ഈ ഷമാ മുഹമ്മദിന് ഇഷ്ടമല്ല. അപ്പം ഈ പ്രത്യേകിച്ച് ഈ KPCC പ്രസിഡന്റ് K. സുധാകരൻ തന്നെ ഷമാ മുഹമ്മദോ അത് പാർട്ടിയുടെ കാര്യമല്ല എന്നൊക്കെ പരസ്യമായിട്ട് പറഞ്ഞു. എന്നിട്ടും അവർ പ്രതീക്ഷിച്ചു. കാരണം ഈ വടകരയിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പം KK ശൈലജ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി. അപ്പോൾ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കൊണ്ടുവരുമെന്നും അത് ഞാനായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച ഏക വ്യക്തി ഷമാ മുഹമ്മദാണ്. വേറെ ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചില കരുനീക്കങ്ങൾ നടത്തി. മാത്രമല്ല K. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കില്ല എന്നൊരു അഭ്യൂഹം വരുന്നപ്പോൾ എങ്കിൽ K. സുധാകരന് പകരമായി കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള ഞാൻ മത്സരിച്ചേക്കും, അല്ലെ എനിക്കൊരു അവസരം കിട്ടുമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചു. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കവും ബഹളവും ഒക്കെ ആയി. സത്യത്തിൽ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് പോലും അത് ഈ ഷമാ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ACC അംഗമുണ്ടെന്നും അത് ഞങ്ങൾ അംഗീകരിക്കുന്നൊന്നും പരസ്യമായി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർക്ക് മത്സരിക്കാൻ പറ്റാത്തതിൻ്റെ കുറേ ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ടാവും. ഇവരെ ഒരു സമരമുഖത്തും നമ്മൾ കണ്ടിട്ടില്ല, ഒരു രംഗത്തും ഔദ്യോഗികമാണ്. ആകെ കാണുന്ന ചാനൽ ചർച്ചയിലാണ്
കോൺഗ്രസ് വക്താവാണ്. പക്ഷേ ചാനൽ ചർച്ചയും ഒരു പാർട്ടി പ്രവർത്തനമാണ് ആണ്. പക്ഷേ ഇത്തവണ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പ് ഉള്ളിൽ നടന്ന ഒരു പ്രക്ഷോഭത്തിൽ കണ്ണൂരിൽ നടന്ന ഒരു സമരത്തിൻ്റെ മുൻനിരയിൽ, കണ്ണൂരിലാണോ തിരുവനന്തപുരത്താണോ ഇവരുണ്ടായിരുന്നു. അവിടെ ഈ പറയുന്ന ജലപീരങ്കിയൊക്കെ ഉപയോഗിച്ചു. അവർ നിന്നങ്ങ് കുളിക്കുകയാണ്. അത് കണ്ടില്ലല്ലോ. അയ്യോ, അതൊന്നും കാണേണ്ടതല്ല. അവർ ഓടി നടന്ന് ആ വെള്ളത്തിൽ നടന്ന് കുളിക്കാൻ. കാരണം ജീവിതത്തിൽ ഈ മഴയൊക്കെ കാണുമ്പോൾ കുട്ടികൾ കാണിക്കില്ലേ, അതുപോലെ ഇതായിരുന്നോ സമരം, ഇങ്ങനെയാണ് സമരത്തിൽ പങ്കെടുക്കേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ബാലിശമായ പ്രവർത്തനം, പക്വതയില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം. അവർ ഡോക്ടറല്ലേ? അവർ ബൈ പ്രൊഫഷൻ ഡോക്ടറാണ്. പക്ഷേ അവരിപ്പം ഈ കോൺഗ്രസിലൂടെ എന്തെങ്കിലും അധികാര തലത്തിലേക്ക് എത്തിച്ചേരണമെന്നൊക്കെ ആഗ്രഹിച്ചു. രാഹുൽ ഗാന്ധിയുടെ നോമിനി ആകുമെന്നൊക്കെ കരുതി. പക്ഷേ കേരളത്തിലൂടെ വളർന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഇപ്പോൾ ഇവർ തിരിച്ചറിയുന്നു. പക്ഷേ ആരുമില്ല. ആകെ രക്ഷിക്കേണ്ട കെ സി വേണുഗോപാൽ രക്ഷിക്കുന്നു നമുക്കറിയില്ല. കെ സുധാകരനും വേണ്ട, വി ഡി സതീശനും വേണ്ട. അല്ല, അവർ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ ആളുകളുടെ സ്വഭാവമാണ് ഈ ചാനൽ മീഡിയകളുടെ ഒരു വിസിബിലിറ്റി കിട്ടുക. അതോടുകൂടി നമ്മൾ എന്തൊക്കെയോ ആയി എന്ന് സ്വയം ധരിച്ച് വശമാവുക. ഇപ്പോൾ ഒരുപാടല്ലേ നമ്മൾ ഈ കവികളുടെ ശല്യം, കേരളത്തെ ഏറ്റവും കൂടുതൽ ശല്യം കവികളെ കൊണ്ടാണ്. വഴിയെ പോയി ഒരുത്തൻ്റെ ദേഹത്ത് മുട്ടിയാൽ അതൊരു കവിയായിരിക്കും എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഈ കവികൾ ഈ പൊട്ട കവിതയൊക്കെ എഴുതി സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലിടും. അതിന് താഴെ ആളുകൾ ഓ ഗംഭീരം എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടും. അപ്പോൾ ഇതോടെ ഇവർ തീരുമാനിക്കും ഞാനൊരു വലിയ മഹാകവിയായി അല്ലെ കവയത്രിയായി ഇതൊക്കെ ആളുകൾക്ക് ധരിച്ച് വശമാകും എന്ന് പറയുന്നത് പോലെ 10 ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ആളുകൾ ആ ഒരു മുഖപരിചയമൊക്കെ കാണും. ആ കണ്ടല്ലോ, അതോടുകൂടി ഇവരങ്ങ് തീരുമാനിക്കും ഞാൻ കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ്, എന്നെ എല്ലാവരും അംഗീകരിക്കും, ഞാൻ അറിയപ്പെട്ടു. അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് എന്നെ 10 ആൾ അറിയുമല്ലോ. 10 ആൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്ക് പാർലമെൻറ്റ് സീറ്റ് വേണം, എനിക്ക് അല്ലെങ്കിൽ MLA ആവണം, പറ്റിക്കഴിഞ്ഞാൽ മന്ത്രിയാവണം, ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നോക്കൂ, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പോലും ഇപ്പോൾ വി ഡി സതീശനാവട്ടെ അല്ലെങ്കിൽ കെ സുധാകരനാവട്ടെ, അങ്ങനെ ഈ മുരളീധരൻ പോലും അച്ഛൻ കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയപ്പോഴത്തേക്ക് സംഭവിച്ചൊരു തീരുമാനമാണല്ലോ കെ മുരളീധരൻ. മൂത്രശങ്കയുടെ പ്രൊഡക്റ്റാണ് എന്ന് അക്കാലത്ത് വാർത്തയുണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ. പക്ഷേ അവരൊക്കെ വന്നിട്ട് കെ മുരളീധരൻ നമ്മൾ പറയുമ്പോൾ അപകർത്തിച്ച് പറയുമ്പോഴും KPCCക്ക് ഏറ്റവും നല്ല പ്രസിഡന്റുമാരിൽ ഒരാളായിരുന്നു. KPCCക്ക് സ്വന്തമായ ഒരു ആസ്ഥാനം ഉണ്ടാക്കി മുരളീധരൻ്റെ കാലം. അത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇത്ര ഇവിടെ വീക്ഷണം ഉൾപ്പെടെയുള്ള സാധനം വിറ്റ് മുടിച്ച് പണ്ടാറടക്കി തീർത്തപ്പോൾ കയറിയിരിക്കാൻ ഒരു ഇടപ്പടം ഉണ്ടാക്കിയത് കെ മുരളീധരൻ. കെ മുരളീധരൻ അതിനുശേഷം ചെയ്ത കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഈ ഫ്രസ്ട്രേഷനിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ആരും ഒന്നും അല്ലാണ്ടായല്ലോ. എന്താ കെ മുരളീധരൻ ഒന്നുമല്ല, ഒരു മുൻ അധ്യക്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരൊക്കെ പണിയെടുത്ത് വന്നവരാണ്. ഇവർ ഒരു ചാനൽ ഇവിടെ നിന്നോ ഡൽഹിയിൽ നിന്ന് ആരുടെയോ കടാക്ഷം കൊണ്ട് എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് ഈ സ്ത്രീ AICCയിൽ വന്നത്, AICC അംഗമായത്. AICC അംഗമായത് അവിടെ ആരോ ഒരു കടാക്ഷം, എന്തോ ഒരു താല്പര്യം വന്നു, അവരെടുത്ത് വെച്ചു. അത്യാവശ്യം ഗുഡ് ലുക്കിങ്ങും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ. പിന്നെ ഷമ മുഹമ്മദ്, കൂട്ടത്തിൽ ഒരു മുഹമ്മദും ഉണ്ടല്ലോ. അപ്പോൾ ഇതൊരു ഘടകമാണെന്ന് ഇവർ ധരിക്കുന്നു. ഞാൻ മുസ്ലിമാണ്, കേരളത്തിലെ പ്രത്യേക എക്കോസിസ്റ്റത്തിൽ ഞാൻ മുസ്ലിം ആയതുകൊണ്ട്, എനിക്ക് കോൺഗ്രസ് ആയതുകൊണ്ട്, ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളായതുകൊണ്ട് എനിക്കൊരു സീറ്റ് വേണം. അതെ, അത് തന്നെയാണ് പ്രധാനം. ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് സീറ്റ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ എത്ര പേരെ വേറെ ഇരിക്കുന്നത്, എത്രയോ മനോഹരമായി കൺവിൻസ്. രാജു പുഴക്കര അല്ലേ, അതെ, അത് ഗംഭീരമായി ചർച്ച ചെയ്യും. ചിലയിടത്തൊക്കെ ചിലപ്പോഴൊക്കെ ഓവറാവും, പുള്ളി പ്രകോപിതനാകും. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പം. ചാനൽ ചർച്ചയിൽ നന്നായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്കൊരു ദിവസം സംസാരിക്കണം. ആളുകൾക്ക് താല്പര്യമുള്ളതായിരിക്കും. രാജു പുഴങ്കര നന്നായി പഠിച്ചവതരിപ്പിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം ഞാൻ കാണുന്നത് പ്രകോപിതനാകും. പിന്നെ ഈ വേറൊരാളെ കൂടെ പറയാതെ പറ്റില്ല, റെജി ലൂക്കോസ് എന്ന് പറഞ്ഞ ഒരാളാണല്ലോ. എന്താ പറയുന്നത് അദ്ദേഹത്തിനും അറിയത്തില്ല, പ്രേക്ഷകർക്കും അറിയത്തില്ല, ആങ്കറിനും അറിയത്തില്ല. അതുപോലെ ന്യായീകരിച്ചിട്ടുള്ള ചിലപ്പോൾ കാര്യമൊക്കെ അറിയാം, മനഃപൂർവ്വം പുള്ളി ഉണ്ടാക്കുന്ന ഇഷ്യൂസ് ആയിരിക്കാം. അങ്ങനെ പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പം ഷമാം മുഹമ്മദിനെ സംബന്ധിച്ച് അവരിങ്ങനെ ധരിച്ച് വശമായിരിക്കുകയാണ്. കേരളത്തിലെ പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇങ്ങനെയൊക്കെ പോയാൽ നിങ്ങൾക്ക് സീറ്റ് പോയിട്ട് വീട്ടിൽ നിന്നൊരു കസേര കൊണ്ടുവന്നിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും സമരത്തിനൊക്കെ ഇറങ്ങുന്നത്. പക്ഷേ സമരം എന്നൊക്കെ പറയുന്ന ഒരു ജൈവിക പ്രക്രിയ കൂടിയാണ് അല്ലേ. സമരത്തിൽ പങ്കെടുക്കുക, അതിൽ ജലപീരങ്കിയുടെ മുന്നിൽ അവരിങ്ങനെ അർമാദിച്ച് മറ്റേ പ്രണയമണി തൂവൽ പവിഴമഴ എന്ന് പറഞ്ഞ് ഒരു പാട്ടുണ്ടല്ലോ, അതുപോലൊക്കെ തുള്ളിച്ചാടി നടന്നു. അതൊന്നും അല്ലല്ലോ സമരം. ഇപ്പോൾ എത്രയോ ആളുകൾ പോലീസിൻ്റെ മർദ്ദനമേറ്റ് വാങ്ങി. ആ യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരെ ആലോചിച്ച് നോക്കും അല്ലേ, എത്ര വലിയ ത്യാഗമാണ് അവർ ചെയ്തത്. ഒരു സമരത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ
ഈ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തെറ്റായ നടപടികൾ പ്രതിഷേധിച്ച് അതിശക്തമായ സമരമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത്. അതിനെ നേരിട്ടത് എങ്ങനെയാണ്? ചെടിച്ചട്ടി കൊണ്ടടിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ വന്ന് ഓടിച്ചിട്ട് പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഈ പാർട്ടിയിൽ ഉള്ളത് കൊണ്ടല്ലേ ഈ ക്ഷമയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഞെളിഞ്ഞിരിക്കാൻ പറ്റുന്നത്. അതെ. അപ്പോൾ ഇവർ എവിടെ നിന്നോ വന്ന് നൂലക്കെട്ട് ഇറക്കിയിട്ട് ഞാൻ MLA അല്ലെങ്കിൽ MP ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു അല്പത്തരം ഉണ്ടല്ലോ, അതിൻ്റെ അത് വല്ലാത്ത മോശമാണെന്ന് ഈ സ്ത്രീക്ക് ആരിൽ നിന്നും പറഞ്ഞു കൊടുക്കണം. അവരെ ദൈവത്തെ ഓർത്ത് കോൺഗ്രസ് പാർട്ടിയോട് നമുക്കൊരു സ്നേഹമൊക്കെ ഉണ്ട്, കാരണം അത് നൂറ്റാണ്ട് പഴക്കമുള്ള പാർട്ടിയാണ്. പിന്നെ കോൺഗ്രസും വേണം കേരളത്തിൽ, അല്ലേ? ഇപ്പം ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു ലീഗും വേണം കേരളത്തിൽ. ലീഗില്ലെങ്കിൽ ലീഗിൻ്റെ ആ വാക്വത്തിലേക്ക് പകരം വരുന്ന ആരാ? ഒരു തീവ്രവാദ സംഘടന. അപ്പോൾ ഒരു ബാലൻസ് ലീഗിലും തീവ്രവാദികളൊക്കെ കയറി പറ്റിയിട്ടുണ്ട്. ലീഗിലും തീവ്രവാദികളുണ്ട്, താഴെത്തൊട്ട് മോളി വരെയുണ്ട്. എന്നാൽ സെക്കുലർ ആശയങ്ങളുള്ളവരും നല്ല കച്ചവട താല്പര്യങ്ങളുള്ളവരും ഒക്കെയുണ്ട്. എല്ലാ പാർട്ടികളിലും ഉള്ള പോലെയുള്ള ബഹുവിധത്തിലുള്ള ആളുകളുണ്ട്. എന്നാൽ പോലും ലീഗും വേണം, CPM വേണം, എല്ലാം വേണം. ഇല്ലെങ്കിൽ അവരുടെ സ്പേസിലേക്ക്, അവരുടെ ഷൂവിലേക്ക് കയറി വരുന്നത് വലിയ അപകടകരമായ സംഗതികളായിരിക്കും. അപ്പോൾ കോൺഗ്രസും വേണം. കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറയുന്നത് പോലെ കോൺഗ്രസിനെ തുടച്ചു നീക്കണമെന്നില്ല. അത് BJP പോലും ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. കോൺഗ്രസിൻ്റെ ഭരണം കോൺഗ്രസിന് വേണ്ട, എന്നാൽ കോൺഗ്രസ് പാർട്ടി അവിടെ ഇരുന്നോട്ടെ. അതെ, പ്രതിപക്ഷം. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടി എത്രയോ വലിയ നേതാക്കളെ, ആദരണീയരായ വലിയ കരിസ്മയുള്ള, ക്യാരക്ടറുള്ള, പ്രതിഭയുള്ള നേതാക്കന്മാരെ സമ്മാനിച്ചിട്ടുള്ള ഇപ്പോഴുമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കേരളത്തിലെ KPCC അടിയന്തരമായി ഈ ചാനൽ ചർച്ചയിൽ ഇത്തരം വിവരക്കേടുകൾ അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അവർക്കറിയില്ല, അവർക്ക് മലയാളം അറിയില്ല. അവർ ഈ ഇംഗ്ലീഷ് വാക്കുകളുടെയും തൽഭവം അതേ ഈക്വൽ ട്രാൻസ്ലേഷനൊക്കെ മലയാളത്തിൽ നടത്തിയാൽ വല്ലാതെ വഷളാവും എന്നതിൻ്റെ ലക്ഷണമാണ്. എല്ലാ പട്ടിക്കും ഒരു ദിവസം കിട്ടും, പട്ടി തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പട്ടി എന്ന് വിളിക്കുന്നതിനോട് നമുക്ക് ഖേദമുണ്ട്. ക്ഷമ അതിൻ്റെ അർത്ഥമറിഞ്ഞ് പ്രയോഗിച്ചതല്ല, അവരുടെ വിടുവായത്തം വിവരക്കേട് കൊണ്ട് പറയുന്നതാണ്. അപ്പോൾ വിവരക്കേടിന് മാപ്പില്ല. വിവരക്കേട് പറയുന്ന ആളെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അവർക്ക് അല്ലെങ്കിൽ അവർ നല്ല മലയാളം പഠിക്കട്ടെ, ഒരു ട്യൂഷൻ മാസ്റ്ററെ വെച്ച് കൊടുക്കുക. അല്ല, ഈ ഒഴിവാക്കുന്നതിൻ്റെ ഒരു പ്രശ്നം അറിയോ? ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു ചർച്ചയ്ക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് വിളിച്ചിട്ടൊന്നും അല്ല ആളുകളെ നിൽക്കുന്നത്. CPM നമുക്കൊരാളെ വേണമെങ്കിൽ ചാനലിൽ BJPയിലും അങ്ങനെയാണ്. ഓഫീസിൽ AK സെന്ററിൽ വിളിക്കണം. AK സെന്ററിന് ചുമതലയുള്ള സെക്രട്ടറി ഓരോരുത്തരെ സജസ്റ്റ് ചെയ്യും, അവരെ കിട്ടുള്ളൂ. എനിക്ക് ഇയാളെ വേണ്ട, എനിക്ക് മറ്റേ ആളെ വേണമെന്ന് പറയാൻ പറ്റില്ല. AK സെന്റർ നിശ്ചയിക്കും, BJP അങ്ങനെ നിശ്ചയിക്കും. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. ഇതല്ലെങ്കിൽ ക്ഷമ എടുത്ത് വിനു കുറെ നാളായല്ലോ എന്നെ ഒന്ന് വിളിച്ചിട്ട്, എന്നെ ഒന്ന് വിളിക്കാമോ അങ്ങോട്ട് ചോദിക്കും. അങ്ങനെ എത്ര ആളുകൾ ഉണ്ടാവാം. അപ്പോൾ വിനു നോക്കും, വൈകുന്നേരത്തെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഡ്രൈ ആണ് സബ്ജക്റ്റ്, അപ്പോൾ ഒരു കോമഡി എഫക്റ്റ് കൂടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് ക്ഷമാമോ ഒന്ന് വിളിക്കും. അതെ. അപ്പോൾ ഇത് ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ AK സെന്റർ നിശ്ചയിക്കുന്ന ചില കാര്യം, ഇപ്പോൾ CPM പ്രതിരോധത്തിലാകുന്ന ചില വിഷയങ്ങളിൽ അവരുടെ പ്രതിനിധികൾ ആരും ചർച്ചയിൽ പങ്കെടുക്കില്ല. അപ്പോൾ ഈ ചാനലിലെ ഈ ചർച്ച നയിക്കുന്ന ആങ്കർ പറയുന്നുണ്ട്, ഞങ്ങൾ CPMനെ സമീപിച്ചിരുന്നു, പക്ഷേ അവരുടെ ആരും ചർച്ചയിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. ആ തയ്യാറായില്ല എന്ന് പറയുന്ന വേക്കൻസികളിൽ കൂടെ കയറി വന്ന ഒരു പേരാണ് നേരത്തെ പറഞ്ഞത്. എന്താണ് പറയുന്നത്, ഏതാണ് പറയുന്നത് ആർക്കും മനസ്സിലാകാതെ. അത് AK സെന്റർ നിശ്ചയിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല. അതെ. ഏതായാലും നോക്കാം നമുക്ക്. ക്ഷമാമോഹൻ്റെ പ്രസംഗം നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരം പ്രസംഗങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. അങ്ങനെ സംസാരിക്കുന്ന ആളെ, പക്ഷെ പ്രസംഗമല്ലോ ചർച്ച, അത്തരം പ്രയോഗങ്ങൾ ചർച്ചകളിൽ കൊണ്ടുവരുന്ന വിവരമില്ലാത്ത ആളുകളെ വിട്ട് ഈ പാർട്ടി അതിൻ്റെ നേതാക്കളെ അപഹാസ്യരാക്കാൻ നിൽക്കരുത് എന്നാണ് സുധാകരനോടും സതീശനോടും നമുക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.